നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടോ, എന്തിനാ കാഞ്ചീപുരം പട്ടിൻ്റെയൊക്കെ പുറകെ പോകുന്നത്? ഒത്തിരി പൈസ കൊടുത്ത്, ഒത്തിരി റേറ്റ് കൊടുത്ത്, പിന്നെ എന്നിട്ട് അത് കബോർഡിലിരുന്ന് വിശ്രമിച്ച് അല്ലേ, ആർക്കും ഇല്ലാതെ പോകുന്നത്. ഇതൊക്കെ കൊടുത്തപ്പോരെ. എൻ്റെ ഒന്നാന്തര സാരി, ഇതിൻ്റെ റേറ്റ് കേട്ടിട്ടാണ് നിങ്ങൾ ഞെട്ടാൻ പോണത്. അത്ര നല്ല സൂപ്പർ സാരി, കോപ്പർ ബുട്ട, ബനാറസി വീവിങ്, ബോർഡർ എല്ലാം വന്ന് അടിപൊളി സാരി. നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീനെ കൂടെ ആ ഒരു കോപ്പർ ബുട്ട വന്നിട്ട് നല്ല ഡാർക്ക് പിങ്ക് ബോർഡറുമായിട്ട് നല്ല സൂപ്പർ സാരിയാണ്. ഇതിൻ്റെ വന്നേക്കുന്ന കളേഴ്സ് എല്ലാം നല്ല കളേഴ്സാണ്. അതാണ് ഏറ്റവും അതിനകത്തെ ഒരു പറയേണ്ട കാര്യം. ഇത് താഴത്തെ ബോർഡറാണ് ഞാനിപ്പോൾ കാണിച്ചത്. കണ്ടോ, നിങ്ങൾ ഓർക്കും ഇത് എനിക്കിപ്പോൾ ലൈറ്റും വെട്ടത്. കഴിഞ്ഞ ദിവസം ഞാനൊരു സാരി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു 799 സംതിങ് സാരി. ഈ സാരി കാണിച്ചപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു ഇതെന്താ പറയുക, ഇത് ലൈറ്റും വെട്ടത്തിൽ ഭയങ്കര തിളങ്ങി അങ്ങനെ നിൽക്കുന്ന ഒരു ഫീല് തോന്നും. പക്ഷെ ഇത് ഡയറക്റ്റ് നോക്കുമ്പോൾ ഒരു ഓവറായിട്ട് തിളക്കമില്ല. ഇതിൻ്റെ ബുട്ട ഒരു കോപ്പർ ബുട്ടയാണ്. അപ്പോൾ ഒത്തിരി പേരുടെ എൻക്വയറി ഉണ്ടായിരുന്നു, അത് ഭയങ്കര ഓവർ തിളക്കമാണ്. നല്ല കേട്ടോ, ലൈറ്റിൻ്റെ ഇവിടെ ഇത്രയും ലൈറ്റിൻ്റെ കീഴിലല്ലേ ഞാൻ നിൽക്കുന്നത്. നമ്മൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ഇത് ഗ്ലെയർ അടിക്കുന്നതിൻ്റെ ഒരു ഇത് കാണും. ഇത് പക്ഷെ കറക്റ്റാണ്. ഞാനൊക്കെ പണ്ട് കാലത്തൊക്കെ ഇപ്പം ഈ റേറ്റിനൊക്കെ സാരി കിട്ടുമല്ലോ എന്നൊക്കെ ഞാൻ ഓർക്കുവാണെങ്കിൽ, പണ്ടൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേനുമേ ഇങ്ങനത്തെ പട്ടുസാരി കൊടുക്കണ എത്ര രൂപയാവുമായിരുന്നു. ഇപ്പോൾ ഇത് എന്തോരം വില കുറച്ച സാരികൾ ഇറങ്ങുന്നേ. ഇതുണ്ടോ, ഇതാണ് സാരി. ഇതിൻ്റെ മുകളിലത്തെ ബോർഡർ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് സിൽക്ക് സാരിയാണ്. ഇത് കണ്ടോ, കാഞ്ചീപുരം സാരിയുടെ സ്റ്റഫ് പോലെ തന്നെ. അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. ഇത് വരും മുന്താണിയുടെ താഴെ ഇങ്ങനെ ഒരു ബോർഡ്, താഴെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബോർഡറുണ്ട്. ആ പിങ്ക് ഇത് വരും. അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നെ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇത് കണ്ടോ, കോൺട്രാസ്റ്റ് ബുട്ട വരുന്ന ബ്ലൗസും. നിങ്ങളൊന്ന് ഓർത്ത് ഇതിൻ്റെ റേറ്റ് $999 ഞാൻ തോന്നുന്നു. അവിടെ 999 അങ്ങനെ ഏതാണ്ട് അത്രേ ഉള്ളൂ. 1000 താഴെ റേറ്റേ ഉള്ളൂ. 1000 താഴെ റേറ്റിന് ഇത്രയും നല്ല സാരി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഭയങ്കര സോഫ്റ്റാണ് സ്റ്റഫ്. നല്ല കാഞ്ചീപുരം സാരിയുടെ സ്റ്റഫും, അല്ലാതെ ചുമ്മാ ഒരുമാതിരി സിന്തറ്റിക് സെമി സിൽക്ക് സാരി വരില്ല. അങ്ങനത്തെ ഒരു ഫീലേ തോന്നിക്കത്തില്ല. ഇത് സിന്തറ്റിക് ഇല്ല എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. സിന്തറ്റിക് ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ റേറ്റിന് കാഞ്ചീപുരം സാരി വരും. പക്ഷെ കാഞ്ചീപുരം സാരിയുടെ സ്റ്റഫിന് വേണ്ടുന്ന എല്ലാ ഫീലും ഇതിന് നമുക്ക് കിട്ടുന്നുണ്ട്. ആ സോഫ്റ്റ്നെസ്സും ആ ഒരു എന്നാ പറയുന്ന ഒരു ലുക്ക് ഉണ്ടല്ലോ, അതും എല്ലാം കിട്ടുന്നുണ്ട്. കണ്ടോ, ഉടുത്തൊക്കെ കാണിക്കണം. എനിക്കാണ് ഇത് ബ്ലൗസൊക്കെ തയ്ച്ചു കൊടുക്കും. ചില സാരി കാണുമ്പോഴത്തേനും നമുക്കങ്ങ് ഉടുത്തൊക്കെ ആയിരുന്നു. എന്നാ ഒരു ഇതായിരുന്നു അല്ലേ, എന്നാ ഒരു ഇതാല്ലേ. ഇത് പച്ച, നല്ല ബോട്ടിൽ ഗ്രീനും പിങ്കും. ഇനി അടുത്തത് തീപ്പട്ടി കളർ എന്നൊക്കെ പറയല്ലേ, വയലറ്റ്, ഡാർക്ക് വയലറ്റ്. അതിൻ്റെ കൂടെ ഡാർക്ക് പിങ്ക് അല്ല, വാടാമല്ലി കളർ. അതിൻ്റെ അങ്ങനെ തന്നെ, വേറെ ഒന്നുമില്ല, കളറിൽ മാത്രമുള്ള വ്യത്യാസം. ബ്ലൗസ് കോൺട്രാസ്റ്റ്. ഇങ്ങനെ വരുവേ. ഇത് മുന്താണിയാണ്, ഈ താഴ്ഭാഗത്ത് വരുന്ന മുന്താണി. ഇങ്ങനെ വരും ബ്ലൗസ്, അല്ല ബോഡി. ബ്ലൗസ് ഞാൻ കാണിച്ചല്ലോ, കോൺട്രാസ്റ്റ് ബ്ലൗസ്. ഇത് വരും ബ്ലൗസ്. നിങ്ങൾക്ക് ബ്ലൗസിൽ ഈ വീതി കൂടിയ ബോർഡറിൻ്റെ വശം എടുക്കാം, വീതി കുറഞ്ഞ ബോർഡറിൻ്റെ വശം വേണമെങ്കിലും എടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം, രണ്ട് വശവും എടുക്കാം. ഞാൻ ആ കാണിച്ചത് ഇപ്പം തിരിച്ചാണ് കാണിച്ചത്. അത് താഴെ വരുന്ന ബോർഡറാണ് മേളിൽ വന്നത്. മേളിലത്തെ ബോർഡർ ചെറുതാണ്. നമ്മളിങ്ങനെ ഉടുത്ത് പ്ലീറ്റ്സ് ഇട്ടാണെങ്കിലും ഉടുത്ത് അകത്ത് വന്നു കഴിയുമ്പോൾ താഴത്തെ ബോർഡർ, മേളിലത്തെ ബോർഡർ ചെറുതായിട്ടിരിക്കുന്നതാണ് നല്ലത്. ഇത് അടുത്ത കളറ്. ഗ്രീൻ, ഒലീവ് ഗ്രീൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്. ഒലീവ് ഗ്രീനോ ലെമൺ ഗ്രീനോ ഒന്നും വേണമെങ്കിലും പറയാം.
ഒലിവ് ഗ്രീൻ എന്ന് പറയുന്നതിലും ചെറുപയർ പച്ച, ചെറുപയറിന്റെ ചില മണികളുടെ പച്ച, അല്ലെങ്കിൽ ലെമൺ ഗ്രീനും രണ്ടുകൂടെ മിക്സ് ആട്ടോ. നല്ല കളറാണ്, നല്ല ഭംഗിയാണ്. സത്യം ഞാൻ പറയാം, ഇതിന്റെ സ്റ്റഫ് പിടിക്കുമ്പോൾ നമുക്ക് എന്നാ ഒരു ഇതാണെന്നറിയാം, നല്ല കൂടിയ സാരിയുടെ പിടിക്കുന്ന പോലെ. താഴത്തെ ഇതെല്ലാം വീവിങ് എന്നുള്ളത് ഏറ്റവും വലിയ അതിൻ്റെ അകത്തെ ഹൈലൈറ്റ്. ഇത് കണ്ടോ, നിങ്ങൾ കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കൂല്ലോ, കല്യാണമൊക്കെ ഉള്ള വീടുകളിലൊക്കെ കസിൻസിനെല്ലാം ഗിഫ്റ്റ് കൊടുക്കുള്ളൂ, മാമിമാർക്കും അമ്മായിമാർക്കും ചിറ്റമാർക്കും അല്ലേ. അങ്ങനെ ഒത്തിരി ഇത്രയേ ഉള്ളൂ, സാരി വാങ്ങിച്ചു കൊടുത്താൽ മതി. എല്ലാവരും നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവർക്കും ഹാപ്പി ആകും, നമ്മുടെ ബഡ്ജറ്റിൽ കാര്യങ്ങൾ ഒതുങ്ങുകയും ചെയ്യും. നേവി ബ്ലൂ, വയലറ്റ് ഒന്നാണോ? അല്ലല്ലേ, അത് കോപ്പറും മറ്റേത് ഇതും. ഇത് രണ്ട് രീതിക്ക് വരുന്നുണ്ട് ബുട്ടായെ. നിങ്ങൾ നമ്പർ നോക്കി ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് നമ്പറും കൂടെ കൂട്ടി വാട്സപ്പ് ചെയ്യാം. നേവി ബ്ലൂ ഉണ്ടാവും. ഇത് എനിക്കറിയത്തില്ല, ഇത് ലൈറ്റിൻ്റെ വെട്ടത്തിൽ കാണുമ്പോൾ ഓവർ തിളക്കമായിട്ട് തോന്നുന്നു, പക്ഷെ ഡയറക്റ്റ് കാണുമ്പോൾ തിളക്കമുണ്ട്. ഒബ്വിയസ്ലി തിളക്കമുണ്ട്, തിളക്കമില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ ഒരുമാതിരി ഞാൻ ആ സാരി, ഇപ്പം ഞാൻ ആദ്യം ഒരു സാരി കാണിച്ചില്ലേ, ആ സാരി കാണിച്ചപ്പോൾ ഞാൻ ഓർത്തതാ, ഞാൻ ആ സാരി വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഇത് ഡയറക്റ്റ് കാണുന്നതിലും ഭയങ്കര തിളങ്ങി ഒരുമാതിരി എന്താ പറയുക, എന്തോ ഇങ്ങനെ ഈ ഒരു പട്ടിനകത്തൊക്കെ പൊതിങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു ഇതാണല്ലോ. എന്നാൽ ഇതിനും ഉണ്ട്, തിളക്കമില്ല എന്ന് ഞാൻ പറയുന്നില്ല, തിളക്കമുണ്ട്. പക്ക ഫങ്ഷൻ വേറെ സാരിയാണ്, പക്ഷെ ഒരു ഭയങ്കര വൃത്തികെട്ട ഒരു മീൻസ് നമുക്കൊരു ഇഷ്ടം തോന്നത്തില്ലാത്ത ആ ഒരു സാധനമല്ല ഇത്. അതെന്നാ എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. നല്ല ഫങ്ഷൻ വേറെ സാരിയാണ്, നല്ല ഗ്രാൻഡ് സാരിയാണ്. നിങ്ങൾക്ക് എത്ര വലിയ ഫംഗ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ആരോട് പറയുക 2500-3000 രൂപ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരും പിന്നെ ഒന്നും പറയത്തില്ല. സത്യമായിട്ട് ഞാൻ പറയാം. ഇത് മുമ്പേ കണ്ട ഗ്രീനിൻ്റെ ഇത് ബുട്ടായിക്കൊരു ചെറിയ കളർ വ്യത്യാസം, മറ്റേത് തനി കോപ്പറായിരുന്നു, ഇതൊരു ഗോൾഡൻ അല്ല സിൽവർ മിക്സ്. എനിക്കും ഈ പറഞ്ഞ കളർ അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല, ലൈറ്റ് അടിച്ചിട്ടേക്കും. നമ്മുടെ കണ്ണിന് ഇച്ചിരി പ്രശ്നമുണ്ടല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല, കാഴ്ചക്കേ ഉള്ളൂ പ്രശ്നം. മുമ്പേ കണ്ടാൽ തന്നെ ആദ്യം കണ്ടില്ല, അതിൻ്റെ തന്നെ ഈ ബുട്ടായിലുള്ള ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഡിഫറൻസ് കാണിക്കണ്ടല്ലേ. ബ്ലൗസ് കാണണോ കുട്ടി? ബ്ലൗസ് ഇത്രയും വീതി ബോർഡർ ഒന്നും വെച്ചില്ലേലും കുഴപ്പമില്ല കേട്ടോ, വെക്കണമെങ്കിൽ വെക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ മുകളിലത്തെ ബോർഡർ ഉണ്ട്. ഒറ്റ സാരിയും കൂടെ ഉള്ളൂ. ഞാൻ 2 ദിവസത്തെ വീഡിയോ ഒന്നിച്ചൊന്ന് എടുക്കുക, എല്ലാം ചെറിയ വീഡിയോ. ഇത് മുമ്പേ കാണിച്ച വയലറ്റിന്റെ ബുട്ടായിലുള്ള ചെറിയ വ്യത്യാസം. ആദ്യത്തേത് ഇച്ചിരി കൂടി ആദ്യത്തെ വേറൊരു ബുട്ടയായിരുന്നു, ഇത് കോപ്പർ ബുട്ട. വേറൊരു കോപ്പർ ബുട്ട എന്ന് പറഞ്ഞാലും ഗോൾഡ് ബുട്ട എന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, മൈക്രോസ്കോപ്പ് ആയി വെച്ച് നോക്കിയാൽ മാത്രമേ തിരിച്ചറിയത്തുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് നേരെ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അത് അല്ലെങ്കിൽ തിരിച്ചറിയത്തില്ല. അതുകൊണ്ട് നമ്പർ നോക്കി സെലക്ട് ചെയ്യുക, അല്ല ബുക്ക് ചെയ്യുക. നമ്മളിത് ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല, കാരണം നിങ്ങൾക്കറിയാലോ ഇതുപോലത്തെ സാരിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ വേഗം കൊണ്ടുപോകും. ചിലരൊക്കെ 2-3 കഴിഞ്ഞ ദിവസം ഒരു പുള്ളിക്കാരത്തി, എൻ്റെ ദൈവമേ, ആ സാരി വന്നിട്ട് എന്നറിയോ, ആ സാരി തന്നെ ഒത്തിരി ഉണ്ട്, ഓരോരുത്തർ തന്നെ അങ്ങ് ബുക്ക് ചെയ്തു. എന്നിട്ട് പിന്നെ ചാനലും തുറന്നു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചൂടാകുക. കൊടുക്കാൻ തന്നെയല്ലേ ഇരിക്കുന്നത്, ആരെങ്കിലും ഇല്ലാത്ത സാധനം കൊടുക്കുമോ? പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ടെന്ന് 3.5 കോടി ആൾക്കാർക്കും കൊടുക്കാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ. തീർന്നു പോയി എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. അതെന്നാന്നറിയോ, അത് ബുക്ക് ചെയ്യാൻ പറയുമ്പോൾ അന്നേരം ബുക്ക് ചെയ്യത്തില്ല, ഉണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എപ്പോഴെങ്കിലും വന്നു കഴിയുമ്പോൾ തീർന്നു പോയെന്ന് പറഞ്ഞിട്ട് നമ്മളോട് വരുന്നത് നമ്മൾ എന്നാ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ബുക്ക് ചെയ്യും കേട്ടോ. അപ്പം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കാണ് നമ്മളുടെ വീഡിയോ. ഞായറാഴ്ചകളിൽ വീഡിയോ ഇല്ലായിരുന്നു, ഇപ്പോൾ ഞായറാഴ്ചകളിൽ എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്, പതിവായിട്ട് ചെയ്യുന്നുണ്ട്. റെഡിമെയ്ഡ് ബ്ലൗസ് വേണ്ടവർ ഞായറാഴ്ച 10 മണിക്ക് കാണുക. ഇന്ന് വ്യാഴാഴ്ച വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നത് ഓർണമെൻറ്റ്സ് കാണിക്കാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഓർണമെൻറ്റ്സ് കാണിക്കാമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാനിരിക്കുന്നത്. വ്യാഴാഴ്ചത്തെ വീഡിയോ, വൈകുന്നേരത്തെ വീഡിയോ ഒന്ന് കാണാം കേട്ടോ.
അപ്പം ഞായറാഴ്ച 10 മണിക്കത്തെയും വ്യാഴാഴ്ച വൈകുന്നേരത്തെയും വീഡിയോ പ്രത്യേകിച്ചും കാണണം. കാരണം ഇതിന് ഒത്തിരി ആവശ്യക്കാർ സാധാരണ കൂടുതൽ നമ്മുടെ വീഡിയോ വൈകുന്നേരം 7 മണിക്കാണ്. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക്